and local replication technologies. It includes host-based replication and storage array-based local replication. Okay, host-based replication LVM based replication ആണ് വന്നിട്ടുള്ളത്. ഓരോ ലോജിക്കൽ ബ്ലോക്കും നമ്മൾ എങ്ങനെ രണ്ട് ഡിഫറെന്റ് ഫിസിക്കൽ ബ്ലോക്സിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, രണ്ട് ഡിഫറെന്റ് ഫിസിക്കൽ വോളിയൂംസിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. LVM മിററിംഗ് എന്നും പറയും. ഈ ഡയഗ്രാം വേണം കേട്ടോ. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് അഡീഷണൽ ലൈസൻസ് ഒന്നും വേണ്ട. LVM ഈസ് പാർട്ട് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ലിമിറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഓരോ റൈറ്റും നമുക്ക് രണ്ട് റൈറ്റ്സ് ആയിട്ടാണ് വരുന്നത് അല്ലെ, ടു ഡിഫറെന്റ് ഫിസിക്കൽ വോളിയത്തിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു അഡീഷണൽ ബേർഡൻ ആണ്. ഓക്കെ, ഡിഗ്രഡേഷൻ ഓഫ് ആപ്ലിക്കേഷൻ പെർഫോമൻസ്. പിന്നെ സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷൻ. ഓക്കെ, അത് നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. ഫുൾ വോളിയം മിററിംഗ്, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ ആൻഡ് പോയിന്റർ ബേസ്ഡ് വെർച്വൽ റിപ്ലിക്കേഷൻ. അതിൽ ഫുൾ വോളിയം മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് സോഴ്സും ടാർഗറ്റും അല്ലെ, സോഴ്സും ടാർഗറ്റും അറ്റാച്ച് ചെയ്ത് സിങ്ക്രണൈസേഷൻ പ്രോസസ്സ് തുടങ്ങും. സോഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും ടാർഗറ്റിലേക്ക് കോപ്പി ചെയ്യും അല്ലെ. അപ്പൊ ആ സിങ്ക്രണൈസേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് സോഴ്സും ടാർഗറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് വേറൊരു ഹോസ്റ്റിന് ടാർഗറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രൊഡക്ഷൻ ഹോസ്റ്റിന് എന്തായാലും സോഴ്സിനെ ആക്സസ് ചെയ്യാം അല്ലെ. എപ്പോൾ നമ്മുടെ ഈ സിങ്ക്രണൈസേഷൻ കംപ്ലീറ്റ് ആവുന്നു അപ്പോൾ മാത്രമേ ഇവിടെ സോഴ്സും ടാർഗറ്റും തമ്മിൽ ഡിറ്റാച്ച് ആവുള്ളൂ. അങ്ങനെ ഡിറ്റാച്ച് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ വേറൊരു BC ഹോസ്റ്റിന് ടാർഗറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഹോസ്റ്റിന് എപ്പോൾ വേണമെങ്കിലും സോഴ്സിനെ ആക്സസ് ചെയ്യാം. ഇങ്ങനെയായിരുന്നു ഫുൾ വോളിയം മിററിംഗ്. ദെൻ പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു ഡിഫറൻസ്, ഫുൾ വോളിയം മിററിംഗ് ഇവിടെയും പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ അല്ലെ. ടാർഗറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ അറ്റ് ദ ആക്ടിവേഷൻ ഓഫ് ദ റിപ്ലിക്കേഷൻ സെഷൻ. ഓക്കെ, ഇവിടെ പ്രൊട്ടക്ഷൻ ബിറ്റ് മാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് തന്നെ കാണിക്കുക. പ്രൊഡക്ഷൻ ഹോസ്റ്റ് സോഴ്സിൽ ന്യൂ ഡാറ്റ റൈറ്റ് ചെയ്യുന്നു, അത് കോപ്പി ചെയ്യുന്നു ഫ്രം സോഴ്സ് ടു റിപ്ലിക്ക അല്ലെ. എപ്പോൾ വേണമെങ്കിലും PC ഹോസ്റ്റിന് റിപ്ലിക്കേനെയും ആക്സസ് ചെയ്യാം, പ്രൊഡക്ഷൻ ഹോസ്റ്റിന് സോഴ്സിനെയും ആക്സസ് ചെയ്യാം. എഗെയിൻ പ്രൊഡക്ഷൻ ഹോസ്റ്റ് ന്യൂ ഡാറ്റ റൈറ്റ് ചെയ്യുന്നു സോഴ്സിലേക്ക്. ഓക്കെ, ദെൻ ലാസ്റ്റ് വന്നിട്ട് പോയിന്റർ ബേസ്ഡ് വെർച്വൽ റിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആണ്, ടാർഗറ്റിൽ പോയിന്റേഴ്സ് ആണ് ഉള്ളത് അല്ലെ. അപ്പം ഡയഗ്രാം വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഹോസ്റ്റ് സോഴ്സിലേക്ക് റൈറ്റ് ചെയ്യുന്നു, ആ റൈറ്റ് ചെയ്ത കണ്ടന്റ് സേവ് ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യുന്നു, പോയിന്റർ സേവ് ലൊക്കേഷനിലേക്ക്, ഈ ഒരു ഇവിടേക്കാണ് അസോസിയേറ്റഡ് പോയിന്റർ ഈസ് നൗ പോയിന്റിംഗ് ടു ദി സേവ് ലൊക്കേഷൻ. ഓക്കെ, വീണ്ടും പ്രൊഡക്ഷൻ ഹോസ്റ്റ് ന്യൂ ഡാറ്റ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ സേവ് ലൊക്കേഷനിൽ മേലെയുള്ള ഈ സിമ്പിൾസും കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ലോക്കൽ റിപ്ലിക്കേഷൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ലോക്കൽ റിപ്ലിക്കേഷനിൽ ഹോസ്റ്റ് ബേസ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോറേജ് അറേ ബേസ്ഡ് ഉണ്ട്. ഹോസ്റ്റ് ബേസ്ഡിൽ LVM, സ്റ്റോറേജ് അറേ ബേസ്ഡ് ഫുൾ വോളിയം മിററിംഗ്, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ, പോയിന്റർ ബേസ്ഡ് വെർച്വൽ റിപ്ലിക്കേഷൻ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്യോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്. ഹലോ, ഓക്കെ, ഇത് പിന്നെയും ഒന്നും കൂടി പറയാൻ കാരണം റിമോട്ട് റിപ്ലിക്കേഷനിൽ വീണ്ടും ഇതുപോലെ തന്നെ ലോക്കൽ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ, സ്റ്റോറേജ് അറേ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൺഫ്യൂസ് ആയി പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ റിമോട്ട് റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. റിമോട്ട് റിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ, റിമോട്ട് സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്ലിക്ക വെക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് റിപ്ലിക്കാസ് ഓഫ് ഇൻഫോർമേഷൻ അസെറ്റ്സ് അറ്റ് റിമോട്ട് സൈറ്റ്സ് ഓർ റിമോട്ട് ലൊക്കേഷൻസ്. ഓക്കെ, അപ്പം മോഡ് ഓഫ് റിമോട്ട് റിപ്ലിക്കേഷൻ 2 ടൈപ്സ് ആണുള്ളത്, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. ഓക്കെ, 2 ബേസിക് മോഡ്സ് ഓഫ് റിമോട്ട് റിപ്ലിക്കേഷൻ ആ സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. ഓക്കെ, അപ്പം ഈ 2 മോഡും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. Synchronous remote replication. Okay,
സിങ്ക്രണസ് റിമോട്ട് റിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സിങ്ക്രണസ് ആയിരിക്കും അല്ലേ. ഒരു സോഴ്സിൽ ന്യൂ ഡാറ്റ വരുന്ന അപ്പോൾ തന്നെ നമ്മുടെ ടാർഗറ്റിലും അപ്പോൾ തന്നെ അത് കോപ്പി ചെയ്ത് പോകും അല്ലേ. ആണോ? റെസ്പോണ്ട് ചെയ്യൂ. സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ? ഇവിടെ ആരും ഇല്ലേ? ഹലോ, ചോദിക്കുന്ന കേൾക്കുന്നില്ലേ? സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സിങ്ക്രണസ് റിമോട്ട് റിപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും? വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഓരോരുത്തരെ വിളിക്കണോ? നിങ്ങളെന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഹലോ, കേൾക്കുന്നില്ലേ പറയുന്നേ? ഹലോ അഭിനവ്, വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാർക്ക് അറ്റൻഡൻസ് ഇല്ല കേട്ടാ. അഭിനവ്, ഓക്കെ. സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാ? നമ്മൾ റിമോട്ട് റിപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ലോക്കൽ റിപ്ലിക്കേഷൻ ഓൾറെഡി നമ്മൾ കവേർഡ് ആയ ഒരു പോർഷൻ അല്ലേ. ഇനി നെക്സ്റ്റ് റിമോട്ട് റിപ്ലിക്കേഷൻ. ഓക്കെ, റിമോട്ട് റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്? വി ആർ ക്രിയേറ്റിംഗ് എ റിപ്ലിക്ക അറ്റ് സം റിമോട്ട് ലൊക്കേഷൻ അല്ലേ. അപ്പൊ അങ്ങനെ റിമോട്ട് റിപ്ലിക്കേഷനിലുള്ള രണ്ട് ബേസിക് മോഡാണ് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് എന്ന് പറയുന്നത്. ഓക്കെ, സിങ്ക്രണസ് മോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? യൂഷ്വലി എങ്ങനെയാണ് സിങ്ക്രണസ് മോഡ് എന്ന് പറയുന്ന സമയത്ത്? റിയൽ ടൈം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ റിപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു ടാർഗറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റിപ്ലിക്ക അല്ലേ. ഈ സോഴ്സിലുള്ള കണ്ടന്റ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ റിപ്ലിക്കയിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റിലേക്ക് നമ്മൾ കോപ്പി ചെയ്യാണ് അല്ലേ. അപ്പം അത് സിങ്ക്രണസ് മോഡ്, അസിങ്ക്രണസ് മോഡ്, ഇങ്ങനെ രണ്ട് ബേസിക് മോഡ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റിപ്ലിക്കേഷൻ, ഈ ഒരു കോപ്പി ചെയ്യുന്നത്, ഡാറ്റ കോപ്പി ചെയ്യുന്നത് അല്ലേ. അപ്പൊ സിങ്ക്രണസ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? സോഴ്സിൽ എപ്പൊക്കെ ന്യൂ ഡാറ്റ വരുന്നോ അപ്പൊ തന്നെ റിപ്ലിക്കയിലും അല്ലെങ്കിൽ ടാർഗറ്റിലേക്കും അത് കോപ്പി ചെയ്യുന്നു അല്ലേ. ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഹലോ, ഓക്കെ. അഭിനവ് പോയാ? ബാക്കിയുള്ളവരൊക്കെ പോയാ? ആരും ഇല്ലേ ഇവിടെ? ഓക്കെ. ഓക്കെ, ജസ്റ്റ് വായിക്കാം. In synchronous remote replication, writes must be committed to the source and the target prior to acknowledging write complete to the host. Okay. Additional writes on the source cannot occur until each preceding write has been completed and acknowledged. This ensures that data is identical on the source and the replica at all the times. Further writes are transmitted to the remote site exactly in the order in which they are reserved at the source. Okay. അപ്പോൾ അത് ജസ്റ്റ് ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹോസ്റ്റ് റൈറ്റ്സ് സം ഡാറ്റ ടു സോഴ്സ്. ഓക്കെ, ഹോസ്റ്റ് റൈറ്റ് സം ന്യൂ ഡാറ്റ ടു ദ സോഴ്സ്. അപ്പം എപ്പോൾ സോഴ്സിൽ റൈറ്റ് ചെയ്യുന്നു അപ്പൊ തന്നെ ആ ഒരു ഡാറ്റ ഫ്രം സോഴ്സ് ഈസ് റിപ്ലിക്കേറ്റഡ് ടു ടാർഗറ്റ് അറ്റ് റിമോട്ട് സൈറ്റ്. ഓക്കെ, നമ്മൾ എപ്പോൾ സിങ്ക്രണസ് മോഡാണ് പറയുന്നത്. എപ്പോൾ ഹോസ്റ്റ് ഒരു ന്യൂ ഡാറ്റ സോഴ്സിലേക്ക് റൈറ്റ് ചെയ്യുന്നോ അപ്പൊ തന്നെ സോഴ്സിൽ റൈറ്റ് ചെയ്തതിനു ശേഷം സെയിം ഡാറ്റ ഈസ് കോപ്പീഡ് ഫ്രം സോഴ്സ് ടു അവർ ടാർഗറ്റ് അറ്റ് ദി റിമോട്ട് ലൊക്കേഷൻ. ഓക്കെ, സോ അവിടെയും ആ ഒരു റിമോട്ട് ലൊക്കേഷനിലും ഈ ഒരു ഡാറ്റ ഫുൾ കോപ്പി ചെയ്തതിനു ശേഷം ദെൻ തേർഡ് സ്റ്റെപ്പ് ടാർഗറ്റ് അക്നോളജസ് ബാക്ക് ടു ദ സോഴ്സ്. ഓക്കെ, ഈ അക്നോളജ് റിസീവ് ചെയ്തതിനു ശേഷം മാത്രമാണ് സോഴ്സ് എന്ത് ചെയ്യുക? അക്നോളജ്മെന്റ് മെസ്സേജ് റൈറ്റ് കംപ്ലീറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് ഹോസ്റ്റിലേക്ക് പാസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് host writes data to the source, then data from source is replicated to the target at remote site, then target acknowledges back to source,
source acknowledges write complete to host. Okay. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് additional writes on the source cannot occur until each preceding write has been completed and acknowledged. Okay, this ensures that data is identical on the source and the replica at all times. And further writes are transmitted to the remote site exactly the order in which they are received at the source. Okay. Okay, synchronous mode. Respond ചെയ്തേ. Hello. ഓക്കെ, ഇനി അസിൻക്രണസ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്? സോഴ്സിൽ റൈറ്റ് ചെയ്യുന്ന സെയിം ടൈം തന്നെ അപ്പൊ തന്നെ ടാർഗറ്റിൽ നമ്മൾ റൈറ്റ് ചെയ്യുമോ അസിൻക്രണസ് എന്ന് പറയുമ്പോൾ? റെസ്പോൺസ് ഇല്ലേ? ഇല്ല അല്ലേ? അപ്പം അവിടെ വ്യത്യാസം അത് തന്നെയാണ്. സോ asynchronous remote replication. In asynchronous remote replication, a write is committed to the source and immediately acknowledged to the host. Data is buffered at the source and transmitted to the remote site later. This eliminates the impact to the application's response time. ഓക്കെ, അപ്പൊ നേരത്തെ സിംഗിളസ് റിമോട്ട് റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ആപ്ലിക്കേഷൻ വെയിറ്റ് ചെയ്യണം, കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യണം ഈ അക്നോളജ്മെന്റ് കിട്ടാൻ വേണ്ടി സോഴ്സിന്. കാരണം സോഴ്സിൽ റൈറ്റ് ചെയ്തതിന് ശേഷം അത് റിപ്ലിക്കയിൽ റൈറ്റ് ചെയ്തതിന് ശേഷം റിപ്ലിക്കയിൽ നിന്ന് അക്നോളജ്മെന്റ് സോഴ്സിലേക്ക് എത്തിയിട്ട് അതിനുശേഷമാണ് സോഴ്സ് അക്നോളജ്മെന്റ് ഹോസ്റ്റിലേക്ക് കൊടുക്കുക. അപ്പൊ അത്രയും നേരം ആപ്ലിക്കേഷൻ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അസിൻക്രണസ് റിമോട്ട് റിപ്ലിക്കേഷനിൽ ആ ഒരു റെസ്പോൺസ് ടൈം, ഇമ്പാക്ട് ടു ദ ആപ്ലിക്കേഷൻ റെസ്പോൺസ് ടൈം റിമൂവ് ആയി. ഓക്കെ, ദെൻ data at the remote site will be behind the source by at least the size of the buffer. Hence, asynchronous mode replication provide a finite RPO disaster recovery solution. Okay. RPO മുമ്പ് കണ്ടിട്ടുള്ളതാണ്, recovery point objective. Okay. RPO depends on the size of the buffer, available network bandwidth, and the write workload to the source. There is no impact on application response time as the writes are acknowledged immediately to the source host. This enables deployment of asynchronous replication over extended distance. Okay. Then asynchronous remote replication can be deployed over distances ranging from several hundred to several thousands kilometers between two sites. Okay, distance കൂടുതലുള്ള മീൻസ് റിപ്ലിക്ക ആൻഡ് സോഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അസിൻക്രണസ് റിമോട്ട് റിപ്ലിക്കേഷൻ ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ. ഓക്കെ, സോ അതും ഇങ്ങനെ ഡയഗ്രാം വെച്ചിട്ടൊന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സോഴ്സിലേക്ക് നമ്മൾ എന്തെങ്കിലും റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹോസ്റ്റ് എന്തെങ്കിലും ന്യൂ ഡാറ്റ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് അക്നോളജ്മെന്റ് to the source ഉണ്ടാകും, to the host ഉണ്ടാകും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇവിടുത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് host writes data to the source and write is immediately acknowledged back to host. ഓക്കെ, പിന്നീട് ലേറ്റർ ആണ് ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ്. ഇവിടെ ഒരു റൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമയമെടുത്ത് പിന്നീട് എന്ത് ചെയ്യും, ഇവിടെ ഹോസ്റ്റിലേക്ക് അക്നോളജ്മെന്റ് പോയതിന് ശേഷമാണ് ഇവിടെ ഈ ഒരു ഡാറ്റ സോഴ്സ് നിന്ന് ടാർഗറ്റിലേക്ക് റിപ്ലിക്കേറ്റ് ആവുന്നത്. ഓക്കെ, ദെൻ അതും നമ്മുടെ ബഫർ സൈൻസ് ഈ സോഴ്സിന്റെ ബഫർ സൈൻസ് അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു റിപ്ലിക്കേഷൻ എത്ര ടൈം എടുക്കും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബഫർ സൈസ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടക്കുക. ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യും, ടാർഗറ്റ് അക്നോളജസ് ബാക്ക് ടു സോഴ്സ്. ഓക്കെ, asynchronous and synchronous mode in remote replication. Okay അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇനി നമ്മുടെ റിമോട്ട് റിപ്ലിക്കേഷൻ ടെക്നോളജീസ്. ഓക്കെ,
റിമോട്ട് റിപ്ലിക്കേഷൻ ടെക്നോളജീസ് ഇവിടെയും ഹോസ്റ്റ് ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ, സ്റ്റോറേജ് അറേ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ, സാൻ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഹോസ്റ്റ് ബേസ്ഡും സ്റ്റോറേജ് ബേസ്ഡും ഇവിടെയും ഉണ്ട്. ഓക്കെ, ലോക്കൽ റിപ്ലിക്കേഷനിൽ എന്തൊക്കെ ടൈപ്സ് ആയിരുന്നു? ഹോസ്റ്റ് ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷൻ, ഹോസ്റ്റ് ബേസ്ഡ് റിപ്ലിക്കേഷൻ ആൻഡ് സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷൻ, രണ്ടെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഹോസ്റ്റ് ബേസ്ഡ് റിപ്ലിക്കേഷനിൽ LVM അല്ലെ, LVM ബേസ്ഡ് റിപ്ലിക്കേഷൻ, സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷനിൽ 3 കാറ്റഗറി വന്നിട്ടുണ്ടായിരുന്നു, 3 ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഫുൾ വോളിയം മിററിംഗ്, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ, പിന്നെ ലാസ്റ്റ് പോയിന്റർ ബേസ്ഡ് വെർച്വൽ റിപ്ലിക്കേഷൻ. ഓക്കെ, രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ ഹോസ്റ്റ് ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ, സ്റ്റോറേജ് അറേ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ, സാൻ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇവിടുത്തെ റിമോട്ട് റിപ്ലിക്കേഷനിലെ ഹോസ്റ്റ് ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷനിൽ LVM വരുന്നുണ്ട്. ഓക്കെ, LVM ബേസ്ഡ് റിപ്ലിക്കേഷനും ഡാറ്റാബേസ് റിപ്ലിക്കേഷൻ വിയ ലോഗ് ഷിപ്പിങ്ങും രണ്ടെണ്ണം വരുന്നുണ്ട് ഈ ഹോസ്റ്റ് ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷനിൽ. Okay, so host-based remote replication uses one or more components of the host to perform and manage the replication operation. Okay, host-based എന്ന് പറയുമ്പോൾ തന്നെ അത് understood ആണ്. Okay, there are two basic approaches to host-based remote replication: LVM-based replication and database replication via log shipping. Okay, നോക്കാം. LVM കുഴപ്പമില്ലല്ലോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഓക്കെ, ബാക്കിയുള്ളവർക്കോ? എന്താ ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്യാത്ത? ഹലോ, കൺഫ്യൂഷൻ ഉണ്ടോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ പ്ലീസ്. ഓക്കെ, അപ്പം ഹോസ്റ്റ് ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷനിലെ LVM ബേസ്ഡ് റിപ്ലിക്കേഷൻ. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ് പറയാം. ലോക്കൽ റിപ്ലിക്കേഷനിലെ ഹോസ്റ്റ് ബേസ്ഡ് റിപ്ലിക്കേഷനിൽ എങ്ങനെയായിരുന്നു? LVM എന്ത് ചെയ്യുന്നു? ഈച്ച് ലോജിക്കൽ ബ്ലോക്ക് ഈസ് മാപ്ഡ് ടു 2 ഫിസിക്കൽ ബ്ലോക്സ് അല്ലെ, ഡിഫറെന്റ് ഫിസിക്കൽ വോളിയംസിൽ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ അഡ്വാൻറ്റേജസും ഉണ്ട് ലിമിറ്റേഷൻസും ഉണ്ട്. അഡ്വാൻറ്റേജസിൽ മെയിൻ ആയിട്ട് പറയേണ്ടത് എന്താണ്? ഒരു സ്പെഷ്യൽ ലൈസൻസിന്റെ ആവശ്യമില്ല, അഡീഷണൽ ലൈസൻസിന്റെ ആവശ്യമില്ല, ബിക്കോസ് LVM ഈസ് എ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിമിറ്റേഷനിൽ വരുന്ന എന്താണ്? അഡീഷണൽ ബേർഡൻ ആണ്, ബിക്കോസ് ഈച്ച് റൈറ്റ് ഈസ് കൺസിഡർഡ് ആസ് 2 റൈറ്റ്സ് അല്ലെ. നമ്മൾ 2 ഫിസിക്കൽ ബ്ലോക്സിലേക്ക്, ഡിഫറെന്റ് ഫിസിക്കൽ വോളിയത്തിലേക്ക് ഓരോ ലോജിക്കൽ ബ്ലോക്കിലുള്ള കാര്യം റൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അഡീഷണൽ ബേർഡൻ വരുന്നുണ്ട് ഹോസ്റ്റ് CPU-ന്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റിമോട്ട് റിപ്ലിക്കേഷനിലെ host based remote replication LVM based remote replication. LVM based replication is performed and managed at the volume group level. Writes to the source volume are transmitted to the remote host by the LVM. The LVM on the remote host receives the write and commits them to the remote volume group. Okay, just map ചെയ്യാം, just copy ചെയ്യാം മാത്രമേ ഉള്ളൂ. Okay, just ഡയഗ്രാം പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഹോസ്റ്റ് ആൻഡ് റിമോട്ട് ഹോസ്റ്റ്. ഓക്കെ, പ്രൊഡക്ഷൻ ഹോസ്റ്റ് ഉള്ള LVM ഓരോ വോളിയംസ് അതേപടി റിമോട്ട് ഹോസ്റ്റിലേക്ക് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ LVM ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, റിമോട്ട് ഹോസ്റ്റിലെ LVM റിസീവ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഹലോ, കമന്റ് ചെയ്തേ. ഓക്കെ ആണോ?
2 ബ്ലോക്സോ മീൻസ് 2 ഫിസിക്കൽ ബ്ലോക്സിലേക്കൊന്നും റൈറ്റ് ചെയ്യുന്നില്ല. ഹോസ്റ്റിലെ LVMവും അതുപോലെ തന്നെ റിമോട്ടിലെ LVM തന്നെയാണ് ഫുൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഹോസ്റ്റിലുള്ള LVM ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, റിമോട്ടിലുള്ള LVM റിസീവ് ചെയ്യുന്നു. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? ഹലോ. ഓക്കെ, അപ്പം LVM ബേസ്ഡ് റിപ്ലിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ലോക്കൽ ആണോ റിമോട്ട് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഹോസ്റ്റ് ബേസ്ഡ്, ഓക്കെ, സെയിം നെയിം ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഹോസ്റ്റ് ബേസ്ഡ് ലോഗ് ഷിപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഹോസ്റ്റ് ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷനിൽ LVM ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി ലോഗ് ഷിപ്പിംഗ് ആണ്. ഓക്കെ, അതും സെയിം പോലെ തന്നെയാണ്, വലിയ ഇതില്ല. Database replication via log shipping is a host-based replication technology supported by most databases. Host-based ആണ്, ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. Transactions to the source database are captured in logs, which are periodically transmitted by the source host to the remote host. The remote host receives the logs and applies them to the remote database. Okay. സിംപ്ലി ഇതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അത് പീരിയോഡിക്കലി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോഴ്സ് ഡാറ്റാബേസിൽ ലോഗ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് റിമോട്ട് ഹോസ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രൊഡക്ഷൻ ഹോസ്റ്റ്, റിമോട്ട് ഹോസ്റ്റ്. ഓക്കെ ആണോ? ഹലോ, ഇത്രയും ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ലോക്കൽ റിപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത് ഹോസ്റ്റ് ബേസ്ഡും സ്റ്റോറേജ് അറേ ബേസ്ഡും. ഓക്കെ, അതിൽ ലോക്കൽ ബേസ്ഡിൽ ഹോസ്റ്റ് ബേസ്ഡിൽ LVM റിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. LVM റിപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു? ലോക്കൽ റിപ്ലിക്കേഷനിലെ LVM ബേസ്ഡ് റിപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു? ഓരോ ലോജിക്കൽ ബ്ലോക്കും നമ്മൾ 2 ഡിഫറെന്റ് ഫിസിക്കൽ വോളിയത്തിലേക്ക്, 2 ഫിസിക്കൽ ബ്ലോക്സിലേക്ക് കോപ്പി ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പം ഇവിടെ റിമോട്ട് റിപ്ലിക്കേഷൻ എന്ന് വരുന്ന സമയത്ത് ഇവിടെ ലോക്കൽ റിപ്ലിക്കേഷനിൽ ഹോസ്റ്റ് ബേസ്ഡിൽ ആകെ ലോക്കൽ റിപ്ലിക്കേഷനിൽ ഹോസ്റ്റ് ബേസ്ഡിൽ ആകെ LVM ബേസ്ഡ് റിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, റിമോട്ട് റിപ്ലിക്കേഷനിൽ നമുക്ക് ഇതുപോലെ തന്നെ ഹോസ്റ്റ് ബേസ്ഡ് ഉണ്ട്, സ്റ്റോറേജ് അറേ ബേസ്ഡ് ഉണ്ട്, സാൻ ബേസ്ഡും ഉണ്ട്. ഓക്കെ, അതിലെ ലോക്കൽ ബേസ്ഡ് റിമോട്ട് റിപ്ലിക്കേഷനിൽ നമുക്ക് LVM വരുന്നുണ്ട്, ലോഗ് ഷിപ്പിംഗും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ റിമോട്ട് റിപ്ലിക്കേഷനിലെ ലോക്കൽ ബേസ്ഡ് റിപ്ലിക്കേഷനിലെ ഹോസ്റ്റ് ബേസ്ഡ് റിപ്ലിക്കേഷനിൽ നമുക്ക് LVM ആൻഡ് ലോഗ് ഷിപ്പിംഗ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ LVM എന്ന് പറയുന്നത് സിംപ്ലി എന്തേ ഉള്ളൂ? ട്രാൻസ്മിറ്റ് ചെയ്യുക. പ്രൊഡക്ഷൻ LVM ആ വോളിയം നമുക്ക് എന്താ ലോജിക്കൽ വെർച്വൽ വോളിയംസ് അങ്ങനെ തന്നെ നമ്മൾ റിമോട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഹോസ്റ്റിലെ LVM ട്രാൻസ്മിറ്റ് ചെയ്യും, റിമോട്ടിലെ LVM റിസീവ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ലോഗ് ഷിപ്പിങ്ങും സെയിം തന്നെയാണ്. പ്രൊഡക്ഷൻ ഹോസ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, റിമോട്ട് ഹോസ്റ്റിലുള്ള കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. ഹലോ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അശ്വതിയും ദിദിനെയും മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ.